ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയ വർക്കൗട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പുഷ് ഡേ വർക്കൗട്ടാണ്. അതായത് ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ് വർക്കൗട്ട്. അപ്പോൾ തുടങ്ങാനായിട്ട് മുന്നേ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ചെയ്തിട്ട് തുടങ്ങുക. ഒരു 5-10 മിനിറ്റ് ലൈറ്റായിട്ട് വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ആദ്യം ചെസ്റ്റിന്റെ വർക്കൗട്ടിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഫ്ലാറ്റ് ബാരൽ ബെഞ്ച് പ്രസ് ആണ്. അതിൽ 3 സെറ്റ് ചെയ്യുക, ഒരു 8 to 10 റെപ്പ് എടുക്കുക. ഇത് ശരിക്കും ചെസ്റ്റിന്റെ ഫൗണ്ടേഷൻ എക്സസൈസ് ആണ്. സ്ട്രെങ്ത് മാസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ഇത് തന്നെയാണ്. തുടങ്ങാനായിട്ട് മുന്നേ നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ബാക്ക് നല്ലോണം വളച്ച് ഷോൾഡർ കൊണ്ട് ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ട് കാലൊക്കെ മാക്സിമം അകത്തേക്ക്, അതായത് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് കണ്ണ് ഡയറക്ട്ലി നമ്മുടെ ബാറിലേക്ക് ആയിരിക്കണം. അത് കറക്റ്റ്ലി പാരലൽ ആയിരിക്കണം. എന്നിട്ട് റാക്കിൽ നിന്ന് ബാരൽ എടുത്തിട്ട് സ്ലോലി നമ്മൾ ചെസ്റ്റിലേക്ക് കൊണ്ടുപോകാം. ടച്ച് ചെയ്യരുത്, ചെസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സ്ലോലി അതുപോലെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുക. അതായത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെസ്റ്റിന് പാരലൽ ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ഹെഡിന്റെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്ലോലി നമ്മുടെ ഫോം മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുക. പിന്നെ അടുത്ത വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ പ്രസ് ആണ്. അതൊരു 2 സെറ്റ് ചെയ്യുക, 8 to 10 റെപ്സ് എടുക്കുക. ആദ്യം നമ്മൾ ബെഞ്ച് കുറച്ച് പൊക്കി വെക്കുക. അതായത് ഒരു 20 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ മതി. ശരിക്കും നമ്മുടെ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യാനുള്ള വർക്കൗട്ടാണ്. പിന്നെ ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രെച്ച് കിട്ടാനാണെങ്കിൽ ഡംബല് ഡീപ്പായിട്ട് താഴേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് സ്ലോലി പുഷ് ചെയ്യുക. പിന്നെ 2 ഡംബലും കൂട്ടിമുട്ടാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ കൂട്ടിമുട്ടി എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ലുള്ള എനർജി ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മൾ അത് ചെയ്യണതിലൊരു അർത്ഥമില്ല ഉണ്ടാവും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഡംബൽ കുറച്ച് അകത്തേക്ക് തിരിച്ചു പിടിക്കുക. അതായത് പുറത്തേക്ക് വല്ലാണ്ട് തിരിഞ്ഞിരുന്ന് നമ്മുടെ ഷോൾഡർ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യണത് ഷോൾഡറിന്റെ വർക്കൗട്ടാണ്. അത് ഓവർ ഹെഡ് ഡംബൽ പ്രസ് 3 സെറ്റ് എടുക്കുക, 8 to 10 റെപ്സ് ചെയ്യുക. ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് ബെഞ്ച് കുറച്ച് ചെരിച്ച് വെക്കുക. അതായത് നമ്മൾ നേരെയുള്ള ബെഞ്ചിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ചെരിഞ്ഞ ഇരിക്കുന്ന ബെഞ്ചിൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബാക്കിന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടും. അതായത് ചെരിച്ച് വെക്കുമ്പോൾ ഗ്രാവിറ്റി നമ്മളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ബാക്കിന്. ആദ്യം നമ്മൾ വെയിറ്റ് എടുക്കുക. വെയിറ്റ് എടുത്തതിന് ശേഷം കറക്റ്റ് പോസ്റ്ററിൽ ഇരിക്കുക. നമുക്ക് ലെഗ് കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് തന്നെ എടുക്കാവുന്ന വെയിറ്റ് നല്ലോണം ബാക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇരുന്നിട്ട് കോർ കുറച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഡംബൽ കുറച്ച് അകത്തേക്ക് തിരിച്ച് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഷോൾഡറിന്റെ സൈഡിലേക്ക് പോവില്ല, ഫ്രണ്ടിലേക്ക് കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും പ്രസ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡംബൽ ലാറ്റർ റൈസസ്. അതെന്ന് പറയുമ്പോൾ ഒരു 4 സെറ്റ് എടുക്കുക, 12 to 15 റെപ്സ് ചെയ്യുക. ആദ്യം തന്നെ ബോഡി നേരെ വെച്ച് നിൽക്കുക, എന്നിട്ട് സ്ലോലി റൈസ് ചെയ്യുക. ഇത് ശരിക്കും ഷോൾഡർ വൈഡൊക്കെ ആക്കാനുള്ള ഒരു വർക്കൗട്ടാണ്. അതായത് ഷോൾഡറിന്റെ സൈഡിലത്തെ മസിൽസിന് മാക്സിമം റെപ്പ് കിട്ടണ പോലെ അടിക്കുക സ്ലോയില്. പിന്നെ ഇതിന് അധികം വെയിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ജിമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ വെയിറ്റ് എടുത്ത് തുടങ്ങുക നിങ്ങൾ തുടങ്ങുമ്പോൾ. എന്നിട്ട് സ്ട്രിക്റ്റ് ഫോം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അടുത്ത് നമ്മൾ ചെയ്യണത് ട്രൈസെപ്സിന്റെ വർക്കൗട്ടാണ്. കേബിൾ ട്രൈസെപ്സ് പുഷ് ഡൗൺ. അത് ഒരു 2 സെറ്റ് ചെയ്യുക, 10 to 12 റെപ്സ് എടുക്കുക. ട്രൈസെപ്സിന്റെ സ്മോൾ മസിൽ ഗ്രൂപ്പിന് ഏറ്റവും നല്ലത് ഈ വർക്കൗട്ടാണ്. ആദ്യം തന്നെ നമ്മൾ വെയിറ്റ് കുറച്ചിടുക, എന്നിട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബോഡി കുറച്ച് ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ചിട്ട് എൽബോ കറക്റ്റ് നേരെ വെക്കുക. നമ്മുടെ എൽബോ മൂവ് ചെയ്യാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. മൂവ്മെന്റ് ഓൺലി ട്രൈസെപ്സിന് മാത്രം മതി. പിന്നെ അധികം സ്പീഡൊന്നും വേണ്ട, സ്ലോലി റെപ്പ് എടുത്താൽ മതി. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റെപ്പ് എടുക്കുക. പിന്നെ നമ്മൾ ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ആണ് അടുത്തത് ചെയ്യണം. അതിലൊരു 2 സെറ്റ് എടുക്കുക, 10 to 12 റെപ്സ് ചെയ്യുക. ഇത് ട്രൈസെപ്സിന്റെ ബിഗ്ഗർ മസിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനുള്ള വർക്കൗട്ടാണ്. അപ്പൊ മാക്സിമം സ്ട്രെച്ച് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം റേഞ്ച് ഓഫ് മോഷൻ യൂസ് ചെയ്യണം. നമ്മൾ ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുക. പക്ഷെ വെയിറ്റ് റാക്കിലേക്ക് വെക്കരുത്, ടച്ച് ആവാത്ത രീതിയിൽ ചെന്ന് ചെയ്യുക. ട്രൈസെപ്സ് ഫുള്ളി സ്ട്രെച്ച് ചെയ്യുക, കൺട്രോൾഡ് മൂവ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പുഷപ്പ് ആണ്. പുഷപ്പ് ഒരു 2 സെറ്റ് എടുക്കുക, ഫെയിലിയർ വരെ പോവുക. മാക്സിമം റെപ്പ് കൗണ്ട് ചെയ്യാണ്ട് പോവുക. ഇപ്പോൾ 2നും കൂടുതൽ 4-5 സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്തു. ലാസ്റ്റ് വർക്കൗട്ട് അല്ലേ, അതങ്ങോട്ട് അടിച്ച് തീർക്ക്. പിന്നെ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട് ഏറ്റവും നല്ലത് പുഷപ്പാണ് ചെസ്റ്റിന്റെ വർക്കൗട്ടിൽ. നമ്മൾ ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്യണേക്കാളും കൂടുതൽ വെയിറ്റ് നമുക്ക് പുഷപ്പിൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ ഫുൾ എൻറ്റയർ ബോഡിയുടെ വെയിറ്റ് അല്ലേ നമ്മൾ ഹോൾഡ് ചെയ്യണേ. ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ പോകണം. അതായത് താഴെ വരെ കൊണ്ടുപോവുക, എന്നാൽ മുട്ടരുത്, എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോവുക. പിന്നെ അധികം സ്പീഡിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി, ഇങ്ങോട്ട് ഓടാനൊന്നും ഇല്ല ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ പുഷ് ഡേയുടെ വർക്കൗട്ട് വീഡിയോ. ഇതിൽ നമ്മുടെ ഫോമും കൺസിസ്റ്റൻസിയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് റെഗുലർ ആയിട്ട് എല്ലാ വീക്കിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ മസിൽ ഗ്രോത്തും സ്ട്രെങ്ത്തും നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയണ്ടല്ലോ, മറക്കരുതിട്ട്. അപ്പൊ അടുത്ത വർക്കൗട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാം, ട്യൂട്ടോറിയൽ. അപ്പൊ ശരി, ബൈ.